ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ CDCD ആണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടതിൽ CDCയുടെ ഫുൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്താണ്. വണ്ടി നമുക്ക് പത്തനംതിട്ടയിൽ നിന്നാണ് വണ്ടി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുണ്ട് വണ്ടി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു വണ്ടി ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇതേപോലുള്ള ഒരു വണ്ടി, അത് ഇച്ചിരി റയറായിട്ട് പാർട്സ് അവൈലബിലിറ്റി കുറവുള്ള വണ്ടി, ഇങ്ങനെ വളരെ കുറച്ചിറങ്ങിയ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണ്ട പാർട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞ് ആ സംഭവങ്ങൾ മൊത്തം നിങ്ങൾ ആദ്യം തന്നെ കളക്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം അഴിക്കാവുള്ളൂ. ആദ്യം തന്നെ ഇത് മൊത്തം അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പല പാർട്സുകളും, ഇങ്ങനെയുള്ള വണ്ടികളുടെ പല സാധനങ്ങളും കിട്ടില്ല. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഈസി അവൈലബിൾ ആകുന്ന പല സാധനങ്ങളുണ്ട്. ഈ കമ്പനി ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്, ഹീറോ ഹോണ്ട. ഇപ്പോൾ ഹീറോ എന്ന് മോട്ടോകോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് ഇപ്പോൾ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പാർട്സ് ഒന്നും ഇപ്പോൾ നമുക്ക് തീരെ അവൈലബിൾ അല്ല കേട്ടോ. ഒരു സാധനങ്ങളും കിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതിൻ്റെ പല സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് അതിനൊക്കെ ഭയങ്കര ഹൈ റേറ്റിലാണ് സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി നമ്മൾ ബിൽഡ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ 90% പാർട്സും യൂസ്ഡ് പാർട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ടാങ്കൊക്കെ മുഴുവൻ ദ്രവിച്ച് തുള ആയി പോയതാണ്. എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരമാണ് ഈ വണ്ടി മൊത്തം പണിതിരിക്കുന്നത്. കസ്റ്റമർക്ക് ഈ വണ്ടിയിൽ സ്പോക്ക് വീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറ്റി അലോയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. കസ്റ്റമർ പറഞ്ഞതാണ് അത് ചെയ്യാനായിട്ട് കേട്ടോ. സെൽഫ് സ്റ്റാർട്ടിങ് ഇല്ലാത്ത വണ്ടിയായിരുന്നു, അത് നമ്മൾ രണ്ടാമത് ചെയ്തു. ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ പാർട്സ്, ബ്രാൻഡ് ന്യൂ പാർട്സ് ചില ആൾക്കാരുടെ കയ്യിലുണ്ട്. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇത് കളക്ട് ചെയ്ത് വെച്ചിട്ട് വിൽക്കുന്നവരാണ്. അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പീസ്, ഈ ഒരു ബാക്കിൽ ഈ ഒരു പീസ്, ഈ പീസ്, ടാങ്ക്, വൈസർ, മഡ് ഗാർഡ്, ഇത്രയും സാധനങ്ങൾക്ക് 45,000 റുപ്പീസാണ് അവർ പറയുന്ന പ്രൈസ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മളിതിൻ്റെ യൂസ്ഡ് പാർട്സ് നല്ലത് നോക്കിയെടുത്ത് അതെല്ലാം ഫുള്ളി റീഫർബിഷ് ചെയ്ത് ചെറിയ ചെറിയ പൊട്ടലൊക്കെ ഉള്ളത് മൊത്തം നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് ഈ വണ്ടി മൊത്തത്തിൽ നമ്മൾ ഈ ഒരു കോലത്തിലേക്ക് ആക്കിയെടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ കളറ് നമുക്ക് ഒരു ബ്ലാക്കായിട്ട് തോന്നുമെങ്കിലും അടുത്ത് വന്നു കഴിയുമ്പോൾ, അതായത് വെയിലത്തിരിക്കുമ്പോൾ ഇതൊരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ഇതിലുള്ളത് കേട്ടോ, ഉണ്ടല്ലേ. അപ്പോൾ വണ്ടിയുടെ ഫുൾ വർക്ക് തീർന്നോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്നതിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാനുള്ളത് ഒരു പോളിഷിങ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ കവറും ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വണ്ടി നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടുള്ള അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വണ്ടിയാണ്. ആള് നാട്ടിലില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ആൾക്ക് ഓരോ വർക്ക് ചെയ്യുന്നതും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വർക്കെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ഫിറ്റ്നസ്സും കൂടി എടുത്തതിന് ശേഷമാണ് നമുക്ക് വണ്ടി കൊണ്ടു കൊടുക്കുക. ആള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊരു സെൻറ്റിമെൻ്റലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിലാണ് ഈ വണ്ടി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് തന്നതും. അപ്പോൾ നമ്മളത് ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ മൊത്തം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന വർക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 90% യൂസ്ഡ് പാർട്സ് ആക്കിയിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ടാങ്ക്, ഈ കാണുന്ന ഫൈബർ പാർട്ട്, അതുപോലെ തന്നെ എക്സോസ്റ്റൊക്കെ ഈ വണ്ടിയുടെ തുരുമ്പ് പിടിച്ച് പൊട്ടിയ അവസ്ഥയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ഈ പീസ്, ഈ കാണുന്ന അലുമിനിയം പീസൊക്കെ പൊട്ടിപ്പോയേക്കായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ്ഡ് പാർട്സ് എടുത്തിട്ട് അത് മൊത്തം ക്ലിയർ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഈ കാണുന്ന എക്സോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഇപ്പം പ്ലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കിക്കർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുവിധം ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റ്, യൂസ്ഡ് വയറിംഗ് കിറ്റ് എടുത്ത് അക്കി ചെയ്ത് അതിൻ്റെ സ്ലീവ്സ് എവിടെയെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി പുതിയ സ്ലീവ് ഒക്കെ ഇട്ടിട്ടാണ് ഫുൾ ഇത് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മൾ ചെയ്ത വർക്കിനകത്ത് ഒറിജിനാലിറ്റി വിടാതെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലോയിലിന് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ലെയ്ത്തിൻ്റെ വർക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലൊരു ബുഷ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ. അതുപോലെ തന്നെ ബാക്കിലെ സ്വിങ് ആം നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ സ്വിങ് ആം ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പുതിയതിട്ടിട്ടുണ്ട്. അതുപോലെ കിട്ടുന്ന അത്രയും സാധനങ്ങൾ ബ്രാൻഡ് ന്യൂ നമ്മൾ ഉപയോഗിച്ചു, അല്ലാത്തത് നമ്മൾ പഴയത് ഒപ്പിച്ചു. ബ്രേക്കിൻ്റെ കോമ്പോണൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുതിയതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതേപോലെയുള്ള വണ്ടികളുടെ സ്പെയർ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്ലച്ച് കേബിൾ പോലും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടൊരെണ്ണം. ഇതിൻ്റെ ക്ലച്ച് കേബിൾ ഇപ്പോൾ നമ്മളൊരു പഴയ കേബിൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും പണിതിട്ട് നമ്മൾ കേബിൾ പഴയതിട്ടെന്ന് വെച്ചാൽ ഇത് കിട്ടാനില്ല. യൂസ്ഡ് പാർട്സ് എന്തൊക്കെയാണ്, ബ്രാൻഡ് ന്യൂ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടുള്ള ധാരണ ഓണർക്ക് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റിക്കേഴ്സ് സാധനങ്ങൾ ഇതെല്ലാം ഒറിജിനലാണ്. നമ്മൾ വേറെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടി ഉണ്ട്. അതായത് ഇവിടെ
ടാങ്കിൻ്റെ അവിടെ നമ്മുടെ ഗിയറിൻ്റെ ഇൻഡിക്കേഷൻസ്, അങ്ങനെ കുറച്ച് ടയറിൻ്റെ പ്രഷറിൻ്റെ ഇത്, അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടാക്കും. മറ്റേ ക്ലച്ചിൻ്റെ കേബിൾസും സാധനങ്ങളും ഒക്കെ ഒരുമിച്ച് കിട്ടിയതിന് ശേഷം ലാസ്റ്റ് പോളിഷിങ്ങും കഴിഞ്ഞ് അത് ഒട്ടിച്ചതിന് ശേഷം ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യാം കേട്ടോ. കിട്ടുന്ന അത്രയും ഒറിജിനൽ പാർട്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആവാത്തത് ഏകദേശം സിമിലർ ആയിട്ടുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ വെയിറ്റ് ഒക്കെ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ വരുന്ന ഈ സാധനമൊക്കെ നമ്മൾ വിഗോ TVS വിഗോയുടെയാണ് ഇതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ വലിയ രീതിയിൽ അറിയാത്ത രീതിയിൽ നമ്മൾ എല്ലാം ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ CBC ഈ മോഡൽ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. വർക്കിനുണ്ടെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ നല്ല രീതിയിൽ നമ്മളത് ഇപ്പോൾ നിങ്ങൾ നാട്ടിലില്ലെങ്കിൽ കൂടി നമ്മൾ എവിടെയാണോ വണ്ടി ഇരിക്കുന്നത് അവിടെ വന്ന് വണ്ടി എടുത്ത് ഫുൾ ഇതേപോലെ ബിൽഡ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ പേപ്പർ പെൻഡിങ് ആണ്, അത് ക്ലിയർ ചെയ്യാനുള്ള ഇതും കൂടെ നമ്മൾ ചെയ്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുള്ളൂ വണ്ടി. അതാണ് നമ്മുടെ ചെറിയൊരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.